അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ എപ്പോഴാണ് വിജയികളായി തീരുന്നത്? നമുക്കറിയാവുന്ന പോലെ നമ്മൾ ആരെയെങ്കിലും പരാജയപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിജയിയായി മാറുന്നത്. ഒരു പരീക്ഷയിൽ പരാജയപ്പെടുന്ന ആളുകൾ ഉള്ളപ്പോഴാണ് വിജയികൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. ലോകം കീഴടക്കാൻ ശ്രമിച്ച ചക്രവർത്തിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയെ നമ്മൾ മഹാൻ എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹം മറ്റ് ചക്രവർത്തിമാരെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണ്. അതേപോലെ അശോക ചക്രവർത്തി അദ്ദേഹം ഒട്ടേറെ ചക്രവർത്തിമാരെ പരാജയപ്പെടുത്തുകയും തൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം മഹാനായി നമ്മൾ പരിഗണിക്കുന്നത്. എന്നാൽ ഇസ്ലാമികമായ ഒരു വീക്ഷണത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ചരിത്ര സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് വേണ്ടി, ബദർ യുദ്ധം എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്, അദ്ദേഹം ബദർ യുദ്ധത്തിന് വേണ്ടി സ്വഹാബിമാരെ, തൻ്റെ സൈന്യത്തെ അണിയണിയായി നിർത്തുന്ന അവസരത്തിൽ ആ അണിയിൽ നിന്ന് മുന്നോട്ട് നിന്ന സവാദ് ബിൻ ഖസിയ എന്ന വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വടികൊണ്ട് ഒന്ന് തട്ടിക്കൊണ്ട് അണിയണിയായി നിർത്തുന്ന ആ ഒരു അണിയിലേക്ക് നേരെയാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അപ്പോൾ ആ സവാദ് ബിൻ ഖസിയ പെട്ടെന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, എനിക്ക് പ്രതികാരം ചെയ്യണം, എൻ്റെ ശരീരത്തിൽ താങ്കൾ ആ വടികൊണ്ട് സ്പർശിക്കുകയാണ്, അപ്പോൾ എൻ്റെ ശരീരത്തിൽ കുത്തിയതിന് എനിക്ക് താങ്കളോട് പ്രതികാരം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ശാസിക്കുകയോ അല്ലെങ്കിൽ അവരുടെ നേതാവ് എന്ന നിലക്ക്, സൈന്യാധിപൻ എന്ന നിലക്ക് തൻ്റെ അധികാരശക്തി ഉപയോഗിച്ച് അതിന് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രതികാര നടപടിയിലേക്ക് നീങ്ങുകയോ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശരീരം കാണിച്ചു കൊടുക്കുകയാണ്. പ്രതികാരം ചെയ്യുവാൻ വേണ്ടി, സവാദിന് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി തൻ്റെ ശരീരം വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ മറ്റൊരു സംഭവം, ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഒരു പാത്രം വലിച്ചെറിഞ്ഞ അവസരത്തിൽ അത് നിലത്ത് വീണ് പൊട്ടിച്ചിതറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷോഭ്യനായിക്കൊണ്ട് ആ പാത്രത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം പെറുക്കിയെടുക്കുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെയെല്ലാം സ്വയം പരാജിതനായിക്കൊണ്ട്, സ്വയം വിട്ടുകൊടുത്തുകൊണ്ട്, കീഴടങ്ങിക്കൊണ്ട് ഏറ്റവും വലിയ വിജയിയായി മാറുന്ന ഒരു ചരിത്രത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ മറ്റൊരാളെ പരാജയപ്പെടുത്തുന്നതിലല്ല, മറിച്ച് മറ്റൊരാളുടെ മുമ്പിൽ പരാജയം സമ്മതിക്കുമ്പോൾ പോലും നമുക്ക് വിജയിയായി മാറാൻ സാധിക്കും എന്നതാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധനങ്ങളായി മാറാതിരിക്കാൻ പലപ്പോഴും നമ്മൾ നമ്മുടെ ആശയവും നമ്മുടെ ആദർശവും മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും അതേപോലെ വിട്ടുകൊടുക്കേണ്ടിടത്ത് വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് കൂടുതൽ ഉത്തമമായ ഒരു അവസ്ഥയിലേക്ക് നമ്മെ നയിക്കും എന്നതാണ് ചരിത്രം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.